ഒരിക്കൽ കൂടി സ്വാഗതം. ടൈപ്പിസ്റ്റ് തസ്തിക നിർത്തലാക്കുമോ? ഇനി ടൈപ്പിസ്റ്റ് തസ്തികയുടെ പുതിയ നോട്ടിഫിക്കേഷനുകളൊക്കെ വരാൻ സാധ്യതയുണ്ടോ? ക്ലർക്ക് ടൈപ്പിസ്റ്റ് വരുമോ? ഇങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങളാണ് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിനൊക്കെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പത്രമാധ്യമങ്ങളിൽ കൂടി നിരന്തരമായിട്ട് വാർത്തകൾ വരാറുണ്ട്. ടൈപ്പിസ്റ്റ് തസ്തികകൾ, ടൈപ്പിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ എല്ലാം തന്നെ പുനർവിന്യസിക്കാൻ പോകുന്നു, തസ്തികകൾ മാറ്റാൻ പോകുന്നു, അല്ലെങ്കിൽ അതിന്റെ യോഗ്യതയിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ തന്നെയാണ് ഉദ്യോഗാർത്ഥികളെ ഈ ആശങ്കയിലേക്ക് തള്ളിവിടാനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ പൊതുവെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ നിലവില് ടൈപ്പിസ്റ്റ് തസ്തികയുടെ സംബന്ധിച്ച് തീരുമാനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയും നോട്ടിഫിക്കേഷനുകളൊക്കെ വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. ടൈപ്പിസ്റ്റ് തസ്തികയുടെ പേര് മാറ്റി ഓഫീസ് ഓട്ടോമേഷൻ അസിസ്റ്റന്റ് എന്ന ഇതിലേക്ക് മാറ്റണമെന്നുള്ള ഭരണപരിഷ്കാര കമ്മീഷന്റെ നിർദ്ദേശമുണ്ടെങ്കിൽ പോലും അതിന്റെ അന്തിമ തീരുമാനം എടുക്കുന്നത് സർക്കാരാണ്. ബഹുമാനപ്പെട്ട സർക്കാർ അതിന്റെ മേല് അന്തിമ തീരുമാനം എടുത്താൽ മാത്രമേ തസ്തികയുടെ പേര് മാറ്റുമോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് യോഗ്യതയെ സംബന്ധിച്ചുള്ള മാനദണ്ഡങ്ങളിലൊക്കെ തന്നെ മാറ്റം വരുത്തുമോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു വ്യക്തമായ ധാരണയിൽ എത്താൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നിലവിലുള്ള യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ തന്നെ മുമ്പോട്ട് പോകാനുള്ള സാധ്യതകളാണ് ഏറെ. പൊതുവെ സർക്കാർ ഓഫീസുകളിലൊക്കെ തന്നെ കമ്പ്യൂട്ടർ ആണ് ഉപയോഗിക്കുന്നത്. ടൈപ്പ് റൈറ്റർ മെഷീനുകളൊക്കെ ഇല്ലാത്ത സാഹചര്യത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കമ്പ്യൂട്ടർ യോഗ്യത കൂടി വേണമെന്നുള്ള സാഹചര്യത്തിലാണ് പൊതുവെ പുതുതായിട്ട് ടൈപ്പിസ്റ്റ് തസ്തികകളൊക്കെ നിങ്ങൾ വിളിക്കുമ്പോൾ കണ്ടു DCA എന്ന യോഗ്യത കൂടി ആഡ് ചെയ്താണ് ടൈപ്പിസ്റ്റ് തസ്തികയുടെ യോഗ്യത ഉൾപ്പെടുത്തി വരുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണ്? LD ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്ന 2022 സെപ്റ്റംബർ മുതൽ ഉള്ള ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ ജീവനക്കാരായി കയറി കഴിഞ്ഞാൽ അവർക്ക് പ്രൊമോഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം എന്നുള്ള ഒരു സർക്കുലർ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരും ഈ LD ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്ന ജീവനക്കാരും LD ക്ലർക്കായിട്ട് ഇനി മുമ്പോട്ട് കയറാനുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉള്ളവരായിരിക്കണം. എങ്കിൽ മാത്രമേ തങ്ങളുടെ തസ്തികയിൽ നിന്നൊരു പ്രൊമോഷൻ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തിയതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പൊതുവെയുള്ള ഒരു 99% സർക്കാർ ഓഫീസുകളും പ്രവർത്തിക്കുന്നത് കമ്പ്യൂട്ടർ അടിസ്ഥാനമാക്കിയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കമ്പ്യൂട്ടർ അറിയാവുന്ന ജീവനക്കാരുണ്ടെങ്കിൽ മാത്രമേ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയുള്ളൂ. അപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് മെഷീനുകളൊക്കെ ഇല്ലാത്ത സാഹചര്യത്തിൽ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് കൂടുതലായിട്ടും നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ടൈപ്പ് റൈറ്റിങ്ങിനൊപ്പം KGT ആണ് ടൈപ്പ് റൈറ്റിങ്ങിനുള്ള പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ ആയിട്ട് PSC പറയുന്നത്. അതോടൊപ്പം തന്നെ ചിലപ്പോൾ DCA കൂടി ചില നോട്ടിഫിക്കേഷനിലൊക്കെ കാണാറുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് അധിക യോഗ്യതയല്ല, അത് നമുക്ക് വേണ്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ട ഒരു യോഗ്യതയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അടിസ്ഥാന ഏറ്റവും ബേസിക് യോഗ്യതയാണ് DCA എന്ന് പറയുന്നത്. അത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കമ്പ്യൂട്ടർ സംബന്ധമായ കാര്യങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് KGTയോടൊപ്പം തന്നെ DCA കൂടി ആഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞ നോട്ടിഫിക്കേഷനിലൊക്കെ തന്നെ പറഞ്ഞത്. അപ്പോൾ ഈ ടൈപ്പിസ്റ്റ് തസ്തികയെ സംബന്ധിച്ച നിർത്തലാക്കുമോ അല്ലെങ്കിൽ ഇനി നോട്ടിഫിക്കേഷൻ വരുമോ എന്നതിനെ കുറിച്ചൊക്കെയുള്ള ആശങ്കയിലൊക്കെയുള്ള ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഒരു കാര്യമാണ് അറിയാനുള്ളത്. നിലവിലെ തീരുമാനങ്ങളൊന്നും തന്നെ ആയിട്ടില്ല. സർക്കാർ ഭരണപരിഷ്കാര കമ്മീഷൻ ഇതിനെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്, സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തിൽ മേൽ നടപടികൾ എടുക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യമാണ്. ബഹുമാനപ്പെട്ട സർക്കാർ എങ്ങനെയാണോ അതിന്റെ തീരുമാനം എടുക്കുന്നത് അതനുസരിച്ച് നിയമമായാൽ മാത്രമേ അത് പ്രാബല്യത്തിലുള്ളൂ. നിലവില് ഈ കാര്യങ്ങളെ കുറിച്ച് യാതൊരുവിധ തീരുമാനങ്ങളും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയും ഇതുപോലെ നോട്ടിഫിക്കേഷനൊക്കെ വരുന്നതിന് തടസ്സമില്ല എന്ന് സാരം. അപ്പോൾ ഈ നോട്ടിഫിക്കേഷനൊക്കെ കാലാവധി ഓരോ തസ്തികയുടെയും കാലാവധി തീരുന്നതിന്റെ മുറയ്ക്ക് നോട്ടിഫിക്കേഷനൊക്കെ വന്നുകൊണ്ടിരിക്കും. അതായത് ഒരു ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്ന പരമാവധി 3 വർഷമാണ്. ആ ലിസ്റ്റിന്റെ കാലാവധി ഇരുന്നതിന് 6 മാസം മുമ്പ് പുതിയ നോട്ടിഫിക്കേഷൻ വരണമെന്നാണ് റൂൾ. അങ്ങനെ വരുമ്പോൾ അതനുസരിച്ച് ലിസ്റ്റിന്റെ കാലാവധി തീരുന്ന മുറയ്ക്ക് ഓരോ
തസ്തികകളിലേക്കുള്ള നോട്ടിഫിക്കേഷനിലൊക്കെ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നിലവിൽ ഇതിനുള്ള മാറ്റത്തെക്കുറിച്ച് ഒന്നും പറയാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ടൈപ്പിസ്റ്റ് തസ്തികയെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട ആവശ്യവും നിലവിലില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ തന്നെ എല്ലാവർക്കും ധാരാളം ഉദ്യോഗാർത്ഥികൾ വിളിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ക്ലാസ് ഞാൻ അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി അതുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.